ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ്. നമ്മൾ ഈ മലനിരകളുടെ ഒരു ദൃശ്യമൊക്കെ കണ്ട് നമ്മൾ ആ കാണുന്ന മല പൊന്നാമല എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് തൊട്ടടുത്തുള്ള വാട്ടർഫാൾസ് ഒഴുകി പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഏറെ നേരം ആസ്വദിച്ചു. ഇത് കൈലാസം വാട്ടർഫാൾസാണ്. ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ട് അത്ര ഒരു മൂഡിലല്ല ആ വാട്ടർഫാൾസ് നിൽക്കുന്നത്. പക്ഷേ താഴേക്ക് ഒഴുകി പോകുമ്പോഴുള്ള ആ കാഴ്ചയൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ. എന്താണെങ്കിലും നമ്മൾ അതിൻ്റെ അകത്തൊക്കെ ഇറങ്ങിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. മാത്രമല്ല കൈലാസം പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് മാവടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഒരു കാലഘട്ടത്തെ കുഗ്രാമമായിരുന്നു. നെടുങ്കണ്ടത്തു നിന്ന് ഓഫ് റോഡ് ജീപ്പ് മാത്രം എത്തിക്കൊണ്ടിരുന്ന മാവടി വഴി ഇന്ന് KSRTC ബസ്സും അതുപോലെ പ്രൈവറ്റ് ബസ്സൊക്കെ ഓടുന്നുണ്ട്. പ്രൈവറ്റ് ബസ് ഗ്രാമത്തിൻ്റെ സ്വന്തം ബസ്സാട്ടോ, നമ്മൾ കോമ്പയർ ചെയ്ത പോലെ. അപ്പം ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചു. നമുക്ക് ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മുടെ യാത്ര കഴിഞ്ഞ എപ്പിസോഡിലെ യാത്ര നമ്മൾ മുള്ളരിക്കുടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആരംഭിച്ചത്. പണിക്കൻകുടിക്കടുത്തുള്ള സ്ഥലമാണ് മുള്ളരിക്കുടി. അവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്ററോളം ആവും നെടുങ്കണ്ടം വരെ എത്തുവാൻ വേണ്ടി. അപ്പം നമുക്ക് മാവടിയിലേക്കുള്ള യാത്ര തുടർന്നാലോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിൽ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും കടക്കാം. ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ യാത്ര അങ്ങോട്ട് ആരംഭിക്കാം അല്ലേ. നമ്മൾ കടന്നു പോകുന്ന വഴിക്കുള്ള സുന്ദരമായിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു സെറ്റിൽമെന്റ് ഏരിയ ആണ് കേട്ടോ. ട്രൈബൽസിന്റെ ആളുകളാണ് അവിടെ താമസിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ മനോഹരമായിട്ടുള്ള ഒരു അംഗൻവാടിയൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പൊ ഇവിടുന്ന് വളരെ തുച്ഛമായ കിലോമീറ്റർ ആണ് മാവടിക്കുള്ളത്. പോകുന്ന വഴിക്ക് ഇരു സൈഡിലും ധാരാളം കൃഷി മേഖലകളാണ്. പണ്ട് ശരിക്കും പറഞ്ഞാൽ കുരുമുളകും അതുപോലെ അങ്ങനെയുള്ള കൃഷിയിടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി ഫുള്ള് ഏലക്കാടായി മാറി. സത്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയ പ്രതീതിയാട്ടോ. വീടും ആൾതാമസമൊന്നും ഇല്ല. 1-2 വീടുകളൊക്കെ ഉള്ളൂ. ഇത് ശരിക്കും എസ്റ്റേറ്റ് ആണ്. ആ മരമൊക്കെ നിൽക്കുന്നുണ്ടോ. ഈ മരം നിങ്ങൾ നോക്കിയേ, ഫുള്ള് 1 2 3 4 5 6 7 തേനീച്ചക്കൂട്ടങ്ങൾ ഈ ഒറ്റ മരത്തിലുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് തന്നെ പേടിയാവുക. മൺതേനാണോ അത് പെരുന്തേനാണോ എന്നുള്ളതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ്, വിജനമായിട്ട് കിടക്കുകയാണ്. ഇനി നമ്മളിങ്ങനെ പോയി ചാടുന്ന സ്ഥലം എന്ന് പറയുന്നത് മാവടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഫുള്ള് ഏലക്കാടാണ് കേട്ടോ. നമ്മളിപ്പോൾ ടെറിട്ടറി മാറിയത് നിങ്ങൾക്ക് മനസ്സിലായോ. ഇത്ര നാളും നമ്മൾ നേരെ കുരുമുളകും റബ്ബറും കശുമാവും കൊക്കോയും ഒക്കെ മാത്രമുള്ള സ്ഥലത്തോടെയായിരുന്നു നമ്മുടെ യാത്ര. പക്ഷേ ഇപ്പം കണ്ടോ, ഫുള്ള് ഏലക്കാടാണ്. അതാണ് മാവടിയുടെ പ്രത്യേകത. മാവടി എന്ന് പറയുന്നത് പഴയ കാലം തൊട്ട് ഏലം മേഖലയാണ്. ഏലം മാത്രമല്ല കേട്ടോ, കുരുമുളകിൻ്റെ മേഖലയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു അമ്പലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുവഴി പോയി കഴിഞ്ഞാൽ കുമളി മൂന്നാർ റൂട്ടിലേക്ക് കയറി പോകും. ഇതുവഴി കേട്ടോ. അതാണ് കുമളി എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നണേ നമ്മുടെ ഉടുമ്പൻചോരമൊക്കെ കഴിഞ്ഞുള്ള ഒരു സ്ഥലത്തേക്കാണ് കയറി ചെല്ലുന്നത്. നമുക്ക് പോകുന്ന വഴി ഇതാണ്, മാവടി. അപ്പോൾ റബ്ബറൈസ്ഡ് വഴി തീർന്നു കേട്ടോ. ഇനി സാധാ വഴിയാണ്. സാധാ വഴിക്കൂടെ ആയി നമ്മുടെ യാത്ര. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈലാസപ്പാറ അതായത് നമ്മൾ പാറത്തോട് ചെയ്തില്ലേ, അതിൻ്റെ ഇപ്പുറത്തു നിന്നാണ് ആ വഴി വന്ന് യാത്ര കേട്ടോ. നമുക്ക് അതിലൂടെ ഒരു ദിവസം പോകാവേ. അതിലൂടെ നമുക്ക് യാത്ര ചെയ്യണമല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഇനി മാവടി ടൗണിലേക്ക് നമ്മൾ യാത്ര തുടരുന്നു. അയ്യോ, വിശക്കാൻ തുടങ്ങിയേ. സമയം 2 മണിയായേ. വന്ന വഴിക്ക് കടകളൊന്നും ഇല്ലായിരുന്നു. നമുക്കൊരു ചായയും കടിയും കിട്ടിയാൽ മതി, നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ കടകളൊന്നുമില്ല ഈ സമയം ആയതുകൊണ്ടേ. യെസ്, ഇതാണ് മാവടി.
ഇവിടെ നിന്ന് ഇടത്തേക്ക് പോകുന്ന വഴി നമ്മുടെ നെടുങ്കണ്ടത്തിന് നേരെ പോകുന്ന വഴി നേരെ പെരിഞ്ചാംകുട്ടിക്കുമാണ്. നമ്മൾ കൈലാസപ്പാറ വാട്ടർഫാൾസ് കണ്ടില്ലേ, അവിടെ നിന്ന് ഞാൻ താഴെ ഒരു ഗ്രാമം ഉണ്ടെന്ന് കാണിച്ചു തന്നില്ലേ, അതുവഴിയാണ് ഈ വഴി ഇറങ്ങി പോകണം കേട്ടോ പെരിഞ്ചാംകുട്ടിക്ക്. നമുക്ക് അതിലൂടെ ഒരു വഴി ഒരു ദിവസം കയറി വരണം. അങ്ങനെ മാവടി ടൗണിലേക്ക് എത്തിട്ടോ. ചെറിയൊരു ഗ്രാമമാണ്. നമ്മൾ വന്ന വഴി ഇതാണ്. നമ്മൾ രാവിലെ മുള്ളരിക്കൂടി കൂടി കൈലാസം കൂടി നമ്മൾ വന്ന വഴി ഇതാണ്. ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നെടുങ്കണ്ടമൊക്കെ പോകാൻ പറ്റുന്ന വഴിയാണ്. അതായത് നെടുങ്കണ്ടം മഞ്ഞപ്പാറ കൂടി മാവടിക്ക് എത്തുന്ന വഴിയാണിത്. ഇവിടെ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബസ് നാട്ടുകാരുടെ ബസ്സാണ് കേട്ടോ. ആശ്രയ എന്നാണ് ബസ്സിൻ്റെ പേര്. നമ്മൾ നെടുങ്കണ്ടം മാവടി കൈലാസം അതാണ് ഈ ബസ്സിൻ്റെ റൂട്ട് കേട്ടോ. ചേട്ടാ ബസ്സിന് എത്ര സർവീസ് ഉണ്ട് ചേട്ടാ മൊത്തം? ബസ്സിന് ഇവിടുന്ന് ഈ ആശ്രയ 4 സർവീസ്, പിന്നെ KSRTC 2 സർവീസ് ഉണ്ട്. KSRTC 2 സർവീസ്. ആശ്രയ നാട്ടുകാർ പൈസ ഇട്ട് മേടിച്ചിട്ട് നാട്ടുകാർ തന്നെ ബസ്സാണ്. അതെ, ആശ്രയ സൊസൈറ്റി എന്ന് പറയും. ആശ്രയ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതെ നമ്മുടെ ചേട്ടൻ്റെ കടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെരിഞ്ചാംകുട്ടിക്ക് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞേ. നമുക്ക് ഈ വഴി കൂടെ കുറച്ച് ദൂരം ഇങ്ങനെ താഴേക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന വഴിയെന്ന് പറയുന്നത് പെരിഞ്ചാംകുട്ടിക്ക് പോകുന്ന വഴി കൂടെയാണ്. നമുക്ക് ഒരിക്കലും പെരിഞ്ചാംകുട്ടി മാവടി ഒരു യാത്രയാണ് നമുക്ക് നടത്താനുണ്ട് കേട്ടോ. അത് വേറൊരു വൈബാണ്. എന്താണെങ്കിലും ഇവിടെയെല്ലാം നല്ല കൃഷിയിടങ്ങൾ, അതുപോലെ ഗ്രാമീണ കാഴ്ചകൾ, സ്ഥാപനങ്ങൾ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൈലാസപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കാണിച്ചിരിക്കുന്ന ആ ഗ്രാമമല്ലേ, ആ ഗ്രാമമാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് മാവടി പള്ളി, ചെറിയ സ്കൂള് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രാമീണ കാഴ്ചകൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണെങ്കിലും മുന്നോട്ടൊരു യാത്രയാണ്. ഇനി പോകുന്ന വഴിക്കൊരു കൊച്ചു ഡാമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് ഈ കാണുന്നതാണ് നമ്മുടെ മാവടി പള്ളി കേട്ടോ. വളരെ നല്ല ആംബിയൻസിലിരിക്കുന്ന മാവടി പള്ളി. ഇത് മാവടി പള്ളിയുടെ തൊട്ട് താഴെയുള്ള നമ്മുടെ മഠമാണ്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഈ പള്ളിയുടെ അടുത്തേക്ക് ഒന്ന് കയറിപ്പോയാലോ? ഫൈനലി നമ്മളങ്ങനെ പള്ളി സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാവടി പള്ളി സിറ്റി, സെൻറ് തോമസ് ചർച്ച് മാവടി, അങ്ങനെയാണ് ഈ പള്ളിയുടെ പേര് കേട്ടോ. ഇടുക്കി രൂപത തന്നെയാണ്. ഇതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ ഒരു ഓഡിറ്റോറിയം നമുക്കിവിടെ കാണാൻ പറ്റും. ചെറിയൊരു സ്കൂള് തൊട്ട് മേളിലുണ്ട് കേട്ടോ. സെൻറ് തോമസ് LP സ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പം അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് ഗ്രാമീണ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പള്ളി സിറ്റിയിലെ വണ്ടി ഒന്ന് ഒതുക്കി കേട്ടോ. അപ്പോൾ ഇവിടെ ഒതുക്കുമ്പോൾ ഇതിലൂടെയൊക്കെ കാണുന്ന ഈ വഴിയെന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമീണ മേഖലയിലേക്കും അതുപോലെ ഏലക്കാട്ടിലേക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, ഫുള്ള് അടച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ സെൻറ് തോമസ് LP സ്കൂൾ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബേക്കറി നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ മഞ്ഞപ്പാറ പോകണ വഴിക്കുണ്ടല്ലോ, നല്ല കിടിലിനൊരു സംഭവമുണ്ട്, ഒരു ചെറിയ ഡാം. പക്ഷേ ഇപ്പോൾ വെള്ളം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതൊരു കൃഷി ആവശ്യത്തിന് വേണ്ടി കെട്ടി നിർത്തിയിരിക്കുന്നത് തടയണയാണ് കേട്ടോ. പോകണ വഴിക്ക് നമുക്ക് കാണാം. ഹായ് ചേട്ടാ, നമസ്കാരം. ഇത് ചാനൽ പരിപാടി ചേട്ടാ. ചേട്ടൻ്റെ പേരാ? സോമല്ലേ. എൻ്റെ കച്ചവടമൊക്കെ കുറവാണ്. സമയം 1:30 ആയിട്ടോ. നമുക്ക് ചോറൊന്നും ഉണ്ണാൻ പറ്റിയില്ല. നല്ല നെയ്യപ്പം അടിപൊളി. നമ്മൾ നെയ്യപ്പവും ചായയും ഒക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്ന വഴിയെന്ന് പറയുന്നത് നമുക്ക് മഞ്ഞപ്പെട്ടിയല്ല, മഞ്ഞപ്പാറയല്ല, മഞ്ഞപ്പെട്ടി കേട്ടോ. മഞ്ഞപ്പെട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ചെറിയൊരു ഡാമുണ്ട്. മഴയിലാത്തതുകൊണ്ട് വെള്ളമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്താണെങ്കിലും പോയി നോക്കാം. അതോടൊപ്പം തന്നെ ഈ കയറി ചെല്ലുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ പൊന്നാമല വഴി വന്ന് യോജിക്കുന്നത് കേട്ടോ. 2018 ഒരു വീട് മുഴുവൻ പുതിയ വീട് പണിത് താന്നുപോയില്ലേ, അത് ഈ ഒരു മേഖലയിലാണ് കേട്ടോ. പുഷ്പം വീട് പണിത് മാവടിയിൽ, ഓർക്കുന്നുണ്ടോ? അത് ഈ ഒരു മേഖലയാണ്, നമ്മൾ ഈ സഞ്ചരിക്കുന്ന മേഖലയാണ്. കറക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞു പോയെന്നൊരു സംശയമില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളീ പോകുന്ന വഴിക്ക് നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും, നെടുങ്കണ്ടം രാമക്കൽമേട് പൊന്നാമല എന്ന് പറയുന്ന സ്ഥലം വേറിട്ടൊരു സ്ഥലം കേട്ടോ.
ഈ വഴി കണ്ടോ, ഇതാണ് പൊന്നാമലയ്ക്ക് പോകുന്ന വഴി കേട്ടോ. ഇവിടുന്ന് നമുക്ക് പൊന്നാമല കൂടി പെരിഞ്ഞാങ്കുടിയിലേക്ക് പോകാൻ പറ്റും. ഈ വഴിയാണ് നമ്മൾ വന്ന് ചേർന്നത്. ഈ ഒരു സ്പോട്ടിൻ്റെ പേര് ചേലക്കര എന്നാണ്. ഞാൻ പോകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലപ്പേരൊന്നും പറയുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ചേലക്കര എന്നാണ്. ഇവിടെ നിന്ന് നമ്മൾ കയറി വന്ന വഴിയാണ്. ഇനി നമ്മൾ പോകേണ്ട വഴി ഇതാണ് കേട്ടോ. മഞ്ഞപ്പാറയല്ല, മഞ്ഞപ്പെട്ടി കൂടി നമ്മൾ നേരെ നെടുങ്കണ്ടം പോകും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മൂന്നാർ, കുമിളി, നെടുങ്കണ്ടം, പെരിഞ്ഞാങ്കുട്ടി, അങ്ങനെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഏലക്കാടിൻ്റെ ഉള്ളിലേക്കിടെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഈ ചെറുതായിട്ട് വാഹനമൊക്കെ ഓടിച്ച് പോകുമ്പോഴല്ലോ, ഇതുപോലുള്ള സ്ഥലത്തോടെ പോകുമ്പോൾ നല്ല കുളിർമയാണ് കേട്ടോ. സത്യത്തിൽ നമ്മൾ വെയിൽ കൊണ്ട് ഓടിച്ചാണ് കൈലാസത്തിൽ നിന്നൊക്കെ വന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല കൂളിങ്ങാണ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ എസ്റ്റേറ്റിൻ്റെ കുറച്ച് ലയങ്ങളൊക്കെ നമുക്ക് ഈ മേഖലയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയെല്ലാം താമസിക്കുന്ന ഇപ്പോൾ ഹിന്ദിക്കാരും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ കൂടിയാണ് കേട്ടോ. അപ്പം ഇതൊരു ഏലക്കാടിൻ്റെ എസ്റ്റേറ്റാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ എസ്റ്റേറ്റിൻ്റെ ആണ് ശരിക്കും നമ്മൾ കാണാൻ പോകുന്ന ഡാം എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമുക്ക് ലയങ്ങളുടെ കാഴ്ചയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതുകൊണ്ടോ മെഗാ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എസ്റ്റേറ്റാണ്. കുറേ വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രൈവറ്റ് ഡാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷെ നമ്മുടെ ക്യാമറ ഇങ്ങനെ നൈസായിട്ട് ഇതിനോട് കുത്തിക്കിടത്തും നോക്കിയേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഏലത്തോട്ടത്തിലേക്ക് നനയ്ക്കുന്നതിൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ടി പണിത് വെച്ചിരിക്കുകയാണ്. നേരത്തെ നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ ഈ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതുകൊണ്ടോ ഗ്രീൻ നെറ്റും കൊണ്ട് മൊത്തം മറച്ച് കെട്ടിയിരിക്കുകയാണ്. ആ ചെറിയ ഡാം കാണുന്ന സൈഡൊക്കെ ഇങ്ങനെ മറിച്ചിട്ടേക്കുവാണ്. എന്നാലും നമ്മളിവിടെ ഒക്കെ വണ്ടി ഒതുക്കി കേട്ടോ. അക്കരെ സൈഡിലുള്ള ഈ ഏലക്കാടിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇത് മഴക്കാലത്തൊക്കെ ഇത് ഗംഭീരമായിട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ ഡാമാണ് കേട്ടോ. നമ്മളങ്ങനെ യാത്ര ചെയ്ത അവസാനം മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളെത്തി. അപ്പോൾ ഇവിടെയെല്ലാം ശരിക്കും തമിഴ് വംശജരായിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു വഴി കാണാൻ പറ്റും. അതൊരു ചെറിയ സ്കൂളിലേക്ക് പോകുന്നതാണ്. ഫൈനലി അങ്ങനെ നമ്മൾ മഞ്ഞപ്പെട്ടി ഗ്രാമത്തിലേക്ക് അങ്ങനെ എത്തിച്ചേർത്തിരിക്കുകയാണ്. നമ്മൾ മാവടിയില്ലേ, മാവടിയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഗ്യാപ്പാണ് ഉള്ളത് കേട്ടോ. 3 4 ഏകദേശം അത്രയൊക്കെ വരുള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് മഞ്ഞപ്പെട്ടി പള്ളിയുടെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതിനോട് ചേർത്ത് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും ടോപ്പിലേക്ക് കയറുന്നില്ല, കാരണം കയറി പോകാനുള്ള എനർജി ഇല്ലാതെയായി. നമ്മുടെ രാവിലെ യാത്ര തുടങ്ങിയതല്ലേ. മാത്രമല്ല ഇതുണ്ടോ നല്ല വെയിലും. അപ്പോൾ എന്താണ് ഇവിടെ നിന്ന് ഈ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം കേട്ടോ. അപ്പം ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് എത്തുണ്ടോ ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലം അത്യാവശ്യം റിച്ച് കേന്ദ്രമാണ് കേട്ടോ. മഞ്ഞപ്പെട്ടിയല്ല, മാവടിയും റിച്ച് കേന്ദ്രമാണ്. ഇവിടുന്ന് നമുക്ക് ബോർഡൊക്കെ കാണാൻ പറ്റും. മൂന്നാർ, ഉടുമ്പൻചോല, കുമിളി, നെടുങ്കണ്ടം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, അതാണ് ഇവിടുത്തെ കോളേജ് കേട്ടോ. അപ്പോൾ നെടുങ്കണ്ടത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഇങ്ങോട്ട് മാറ്റിയതാണ്. നമ്മളങ്ങനെ മഞ്ഞപ്പെട്ടി ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ വണ്ടി ഒതുക്കാം, എന്നിട്ട് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ. മാവടിയിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് വന്ന വഴി ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ സൂപ്പർ മാർക്കറ്റ് കാണാൻ പറ്റും. ഈ വഴിക്കവിടെ കയറിപ്പോയാലാണ് നമുക്ക് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയെല്ലാം ഗ്രാമങ്ങളെല്ലാം ഇങ്ങനെ അടച്ചിട്ടേക്കണം. ഇന്ന് ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് ഫുള്ള് അലങ്കരിച്ചൊക്കെ ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളൊന്ന് കാണാം അല്ലേ. അതുപോലെ അതിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ മേഖലയെല്ലാം ഈ കാർഷിക മേഖല ആയതുകൊണ്ട് ഒരുപാട് വളക്കടകൾ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. വളം കൊടുക്കണത് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കടകളൊക്കെ ഉണ്ട്. ഇത് അന്ന സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് ഈ കാണുന്നത്. നമ്മൾ അതിന് മുമ്പിലാണ് വണ്ടിയൊക്കെ ഒതുക്കിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ മഞ്ഞപ്പെട്ടിയിലുള്ള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കേട്ടോ. നമുക്ക് അങ്ങനെ പ്രവേശനമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗ്രാമീണ മേഖലയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് നേരെ കൽക്കുന്നിൽ പോകാം.
നമുക്കിവിടെ ഒരു വഴി കണ്ടേ, ഇതിലൂടെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് തമിഴ് അമ്പലം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ ലയമാണെന്ന് തോന്നുന്നത്. നമുക്ക് അവിടെ വരെ ഒന്ന് കയറി നോക്കാം അല്ലേ. ലയങ്ങളാണോ, ഏലത്തോട്ടത്തിൽ പണിയുന്ന ആളുകളുടെ ലയങ്ങളാണ് ഈ മേഖലയിലെ. അപ്പോൾ ഇത് മഞ്ഞപ്പെട്ടി നമുക്ക് എവിടെ വരെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഇത് കുറച്ച് ദൂരമെങ്കിലും നമുക്ക് പോയിട്ട് നമുക്ക് തിരിച്ചിറങ്ങി വരാം കേട്ടോ. അതെ, ഇനി ഈ വഴിയൊക്കെ ശരിക്കും നമ്മുടെ തോട്ടങ്ങളിലേക്ക് അതുപോലെ ഗ്രാമീണ മേഖലയിലേക്കൊക്കെ പോകുന്ന വഴികളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം വീടുകളും അതുപോലെ ലയങ്ങളും ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു സൈഡ് ഏലത്തോട്ടമാണ് കേട്ടോ. ഇന്ന് SNDP യോഗത്തിൻ്റെ എന്തോ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് വീടുകളൊക്കെ മഞ്ഞ പൊതച്ച് നിൽക്കുകയാണ്. വീടിൻ്റെ ഭിത്തിയിലൊക്കെ മഞ്ഞ ഇങ്ങനെ വലിച്ചിട്ടിരിക്കുകയാണ്. വഴി നീളെ ഇങ്ങനെ മഞ്ഞ കൊടിയൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് വണ്ടികളൊക്കെ മുമ്പേ കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഭവം നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ നേരെ ഇനി കൽക്കുന്തൽ എത്തിയിട്ട്, കൽക്കുന്തൽ എന്ന് പറയുന്നത് നമ്മുടെ ഉടുമ്പൻചോല നെടുങ്കണ്ട റൂട്ടിലേക്ക്, മെയിൻ റൂട്ടിലേക്ക്, അതായത് നമ്മുടെ തേക്കടി മൂന്നാർ റൂട്ടിലേക്കാണ് ഈ വഴി ചെന്ന് കയറുന്നത്. അവിടെ വെച്ച് നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നമ്മൾ കൈലാസപ്പാറ വാട്ടർഫാൾസും അതുപോലെ കൈലാസവും അതുപോലെ മാവുടിയും എന്താ പറയണേ മഞ്ഞപ്പെട്ടിയൊക്കെ കണ്ട് നമ്മളിത് ഇപ്പോൾ കൽക്കുന്തൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടേ ഏകദേശം മുള്ളരിക്കുടി വരെ 20 കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടോ. അപ്പം പോകുന്ന വഴിക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള യാത്രയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുവഴി ട്രൈ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് കൈലാസപ്പാറ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇടുക്കി ചില്ലീസ് തന്നെയാണ്, അതും കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുവിടാം. അതുവരെ എല്ലാവർക്കും goodbye.